ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ സ്റ്റാൻഡ് നമുക്ക് ഒരാൾ അയച്ചതാണല്ലോ, സ്റ്റാൻഡ് മൈക്കൊക്കെ നമുക്കൊരു ഗിഫ്റ്റ് വന്നതാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇന്നിങ്ങനെ വിചാരിക്കുക അതിലിങ്ങനെ എടുത്ത് നോക്കിയാലോ. നല്ല സുഖമുണ്ട് കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്കിലൊക്കെ തിരിക്കാൻ പറ്റും. പിന്നെ നമ്മളെ കൈകൊണ്ട് തിരിക്കുന്നത് പോലെ ഒന്നല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, എനിക്ക് സമ്മാനം തന്ന ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മൈക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വീഡിയോസ് ആയതിൻ്റെ ശേഷം ഞാനൊക്കെ മൈക്കിലാണ് വോയിസ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇക്ക ഗൾഫിക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ഒറ്റക്കാണല്ലോ പിന്നെ അതിൻ്റെ ശേഷം. അപ്പോൾ ആടുകൾക്ക് ഇലയായിട്ടും പിന്നെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കിയതും അതിനുള്ള ഓരോ കാര്യങ്ങളും, അതായത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു യാത്ര ഇറങ്ങുന്ന വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, പരമാവധി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഒരു അടിവാരത്തൊരു വീട്ടിൽ ചെന്നിട്ട് ആ പിലാവിനുമ്മലുള്ള ഇലകളൊക്കെ എടുത്തിട്ടാണ് ആദ്യമൊക്കെ കയറിയിക്കാതെ പിന്നെ മേൽക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ മരുമോനെ വിളിച്ച് മരുമോനെയും കൂട്ടിയിട്ട് പിന്നെ പിലാവിൻ്റെ ഇലയൊക്കെ എടുത്ത് ഇലച്ചൻ്റെ വണ്ടിയിലാക്കിയിട്ട് ഇതാ നമ്മളെ വീടിൻ്റെ വാർപ്പിൻ്റെ മേലെ കൊണ്ടുവന്ന് ഉണക്കി. ഈ ഒരു പരുവത്തിലായതിൻ്റെ ശേഷം, അതായത് ഇങ്ങനൊരു ഉണക്കായതിൻ്റെ ശേഷം നമ്മളതെല്ലാം അട്ടിക്കിട്ടിട്ട് നന്നായിട്ട് ദാർപ്പായിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആടുകൾക്കൊക്കെ ഇല്ലങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ട് ഇക്ക പറയാണ്, ഇപ്പം എനിക്ക് സമാധാനത്ത് ഗൾഫിൽ പോവാലോ, ആടുകൾക്കൊക്കെ ഇലയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതേന്നും പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ചാലിയം പോയിരുന്നു. ചാലിയം പോയത് എന്തിനാണെന്ന് വെച്ചാൽ മീൻ കിട്ടണം, മീൻ അച്ചാറിടണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നിരുന്നത്. അപ്പോഴാണ് മൂത്തമ്മാൻ്റെ മരുമോൻ്റെ അടുത്ത് മീനുണ്ട്, അവരോട് അവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ മോളെ വീട്ടിൽ പോയിട്ട്, അതായത് മൂത്തമ്മാൻ്റെ മോളെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണിത്. അങ്ങനെ ഇതാ 2 മീന് അച്ചാറിടാനും കറി വെക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അച്ചാറിട്ടിട്ട്, ഇതിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ. അങ്ങനെ ഇതാ അച്ചാറ്, ചേനച്ചാറ്, മീനച്ചാറ് ഇതെല്ലാം ഇക്കഥ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ചേനച്ചാറാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പോകുന്ന 2 ദിവസം മുന്നെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടുത്തെ കാക്കാൻ്റെ മോള് ഒന്ന് സൽക്കരിച്ചു പോണേൻ്റെ തലേന്ന്. അങ്ങനെ അവിടെ പോയപ്പോൾ ഇതാ അവളെ വീടിൻ്റെ ഒരു ഡൈനിങ് ഹാള് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ എനിക്ക് ആ ഡൈനിങ് ഹാള് ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ലായിരുന്നു. നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളവളെ വിളിക്കൽ പെണ്ണു എന്നാണ്. ഇതാണ് പെണ്ണുവിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ഒരു കോലം. അപ്പം അവിടെ ചെന്ന് ഇക്ക ഷർട്ടൊക്കെ ഊരിയിട്ട്, ചൂടെടുത്തിട്ടാ എന്താവും, ഏതായാലും ഒക്കെ ഊരിയിട്ട് കുറച്ചു നേരമൊക്കെ അവിടെയും ഇരുന്നിട്ട് എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ അവൾ ഫുഡൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഒരുങ്ങിയിട്ടോ. അങ്ങനെ അവിടെ അൽഫാം ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. സൽമാനെ ഫുള്ളാക്കി
അടുത്തതായിട്ട് നമ്മൾ മേടിച്ചത് പിന്നെ കടുക്കയാണ് കേട്ടോ. കടുക്ക മേടിച്ച് അതും അച്ചാറിടാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അച്ചാറിടാൻ പറ്റിയില്ല. പിന്നെ നമ്മളത് ഫ്രൈ ആക്കി കുറച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരിച്ചു. പിന്നെ അതിൽ വന്നവർക്കൊക്കെ കൂട്ടാൻ, അതായത് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് നോക്കാനായി. അങ്ങനെ ആ കടുക്കയ്ക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയിടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, പിന്നെ അതിനൊന്നും സമയമില്ലായിരുന്നു. ഇത് ഇക്ക പോണ അന്ന് ഉച്ചകത്തെ ഒരു ഇതാണ് കേട്ടോ. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 2 മണിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ഒരു നടത്തുണ്ടല്ലോ, അതാണ് ആ കൈ കെട്ടിയിട്ടുള്ള ആ ഒരു നടത്തട്ടോ. അപ്പോൾ കാക്കാരെ വിളിക്കുകയാണ് അപ്പുറത്തുനിന്ന്. അങ്ങനെ ഇപ്പോഴും പെട്ടിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ 5-8 ഫാമിലി ഉണ്ട്, എൻ്റെ വീട്ടുകാരും ഉണ്ട് കേട്ടോ. പെട്ടിയൊക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിയൊക്കെ ചൂടാറാനും വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും വരാനുണ്ട്, വന്നാൽ കഴിക്കൂട്ടോ. അപ്പം ആലിയമോളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അവളോട് നല്ലപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കുന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബാപ്പു ഇത് നേരത്തെ തന്നെ വന്നിരുന്നിട്ടുണ്ട് ഭക്ഷണത്തിന് മുന്നിൽ. നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും ബീഫ് വരട്ടിയതും പപ്പടും ചമ്മന്തിയാണ് കേട്ടോ. അത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഇതാ നമ്മൾ ബീഫ് ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ചേർന്നിട്ട്, ഏട്ടനും അനിയന്മാരൊക്കെ ചേർന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അളിയനുണ്ട്, അനിയനുണ്ട്, എൻ്റെ ആങ്ങളുണ്ട്, മരുമോനുണ്ട്, എല്ലാവരും ഉണ്ട്. കഥകളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ചോറ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ സന്തോഷമുണ്ട് എന്നാൽ അതുപോലെ ദുഃഖവുമുണ്ട് കേട്ടോ. കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് പിന്നീടും കാണുമ്പോഴും ആ ഒരു നിമിഷം ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഈ ഒരു ഗൾഫിൽ പോവുക എന്ന് പറയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു നിമിഷം തന്നെയാണ്. പിന്നെ കുറേ കാലമായി പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇതിങ്ങനെ ശീലമായി വന്നതുകൊണ്ട് അത്ര വലിയ സീനില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം വേണം അവർക്ക് പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ചെറിയ പെങ്ങളാണ് ആ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ ഫോണ്. അപ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ ഇത് അവിടെ അങ്ങനെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാനത് കവറിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ്, അതിൻ്റെ ഒരു ആലിയ പോയി നെയ്ച്ചോറിൻ്റെ ചെമ്പട്ടിയിൽ നെയ്ച്ചോറുണ്ടോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഒന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അല്ലാ, അങ്ങനെ ഇതാ നമ്മളെ ബീഫൊക്കെ ഇതുപോലെ എല്ലാവർക്കും കവറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റബ്ബറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മരുമോൻ അതൊക്കെ ഉള്ളിലാക്കി ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കി. ഇത് തന്നെ എല്ലാം കുറച്ച് നിമിഷം കൊണ്ട് പെട്ടികെട്ടലും ഫുഡ് കഴിക്കലും. ഇനിയിപ്പോൾ ഇതോടുകൂടി തന്നെ ഇക്കാൻ്റെ മാറ്റലും കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഇതാ കൊലായിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദുആ ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് മരുമോനെ കുറച്ച് എന്നെ ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ മരുമോനെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും ഇക്കാൻ്റെ പോക്കും അതിൻ്റെ മുന്നുള്ള ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ദുആ ചെയ്തതിന് ശേഷം പിന്നെ ഇക്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ.